എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജനുവരി 2026 ആനുകാലിക വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സിലൂടെ കുറേയധികം വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ആനുകാലിക വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അടുത്തത് വ്യൂമൻ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിനേഷൻ വരികയാണ് അല്ലേ. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മറ്റ് എക്സാമിനേഷനും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഒക്കെ എക്സാം വരികയാണ്. ഇതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ ഭരണ വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് അക്ഷരോന്നതി എന്ന് പറയുന്നത്. ഈ അക്ഷരോന്നതി പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്? പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് അക്ഷരോന്നതി. എന്താണ്? പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി എന്നുള്ളത്. ഓക്കെ അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എക്സാമിന് ചോദിക്കും. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ഏത്? ബട്ടർഫ്ലൈ പാർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏതാണ്? നമ്മൾ ഓൾറെഡി ബട്ടർഫ്ലൈ പാർക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് ഇത്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തെന്മല ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആറളമാണ് കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം. അതുകൂടി അറിഞ്ഞിരിക്കണം. ഏതാണ്? ആറളം. അതായത് കേരളത്തിലെ ബട്ടർഫ്ലൈ സാങ്ച്വറിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറിയാണ്, ചിത്രശലഭ സങ്കേതമാണ് ഏത്? ആറളം. മറ്റേത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കായിരുന്നു തെന്മല പാർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം ആറള വന്യജീവി സങ്കേതം അല്ലേ. ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2025 ജൂലൈയിൽ എന്ത് ചെയ്തു? കേരള സർക്കാർ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായിട്ട്, അതായത് ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് ഔദ്യോഗികമായിട്ട് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. ഏകദേശം 55 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ചിത്രശലഭ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 327 ചിത്രശലഭ ഇനങ്ങളിൽ 266 ഇനങ്ങൾ ഇവിടെ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ ഏത് ദൗത്യമാണ് പരാജയപ്പെട്ടതെന്നാണ് ചോദിച്ചിരുന്നത്. PSLV-C 62 ആണ്. PSLV-C 62 ദൗത്യമാണ് 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ പരാജയപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ജനുവരി 12 ഈ കഴിഞ്ഞ ജനുവരി 12 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാർ കാരണമാണ് ഇത് പരാജയപ്പെട്ടത്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ISROയുടെ പരാജയപ്പെട്ട ദൗത്യമായ PSLV-C 62ന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ടുള്ള EOS N1 എന്ന് പറയുന്നത്, അതായത് അന്വേഷ എന്നറിയപ്പെടുന്ന പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ടുള്ള EOS N1 എന്ന ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഉപഗ്രഹത്തെയും മറ്റ് 15 ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു PSLV-C 62ന്റെ ദൗത്യം. പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ടുള്ള EOS N1 എന്ന ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഉപഗ്രഹത്തെയും അതുപോലെ തന്നെ മറ്റ് 15 ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു മെയിനായിട്ടുള്ള ദൗത്യം. ഓക്കെ അല്ലേ? അതായത് ഈ EOS N1 എന്ന് പറയുന്ന അന്വേഷ എന്നറിയപ്പെടുന്നത് DRDOയ്ക്ക് വേണ്ടി നിർമ്മിച്ച അത്യാധുനികമായിട്ടുള്ള നിരീക്ഷണ ഉപഗ്രഹമാണ്. അതറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ഇതാണ് ഇവിടെ ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS N1 അഥവാ അന്വേഷയും
വിദേശ രാജ്യങ്ങളുടെ 15 ഉപഗ്രഹങ്ങളും എന്തുണ്ടായിരുന്നു ഈ റോക്കറ്റിൽ PSLV-C-62 ഉണ്ടായിരുന്നു. അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, വിട്ടുപോകരുത്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. റോഡ് നിർമ്മാണത്തിനായി ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് റോഡ് നിർമ്മാണത്തിനായി ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയം വഹിക്കുന്നത് ഫ്രാൻസിലാണ്. ഇനി 51ാമത് ഉച്ചകോടി നമുക്കറിയാം. 2025 നടന്ന 51ാമത് ഉച്ചകോടി എക്സാമിന് ചോദിക്കും. അത് G7 ഉച്ചകോടി നടന്നത് കാനഡയുടെ അധ്യക്ഷതയിലാണ്. കാനഡയുടെ അധ്യക്ഷതയിൽ ജൂൺ 15 മുതൽ 17 വരെ ആൽബർട്ടയിലെ കാനനാസ്കിസിലാണ്. അതായത് കാനഡയിലെ ആൽബർട്ടയിലെ കാനാസ്കസിലാണ് ഉച്ചകോടി നടന്നത്. 51ാമത് ഉച്ചകോടി G7 ഉച്ചകോടി 2025. അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന മാർക്ക് കാർണി ആയിരുന്നു. G7 ഉച്ചകോടി 51ാമത് ഉച്ചകോടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് 2025. ഈ 51ാമത് ഉച്ചകോടിയുടെ ലക്ഷ്യം എന്തായിരുന്നത്? ആഗോള സാമ്പത്തിക സ്ഥിരതയും ഊർജ സുരക്ഷയും ഡിജിറ്റൽ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും തുടങ്ങിയവയൊക്കെയായിരുന്നു ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കാനാസിക്സ് വൈൽഡ് ഫയർ ചാർട്ടർ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമൊക്കെ ഇതിനോടൊപ്പം ഉണ്ടായി. ഇതിനകത്ത് അതിഥി രാജ്യങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ബ്രസീൽ, മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ, ഉക്രൈൻ എന്നീ രാജ്യങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, ഈ G7 51ാമത് G7 ഉച്ചകോടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. G7 രൂപീകരണത്തിന്റെ 50ാം വാർഷികം കൂടിയായിരുന്നു 51ാമത് ഉച്ചകോടിയുടെ കാനഡയിൽ വെച്ച് നടന്ന 2025 ഉച്ചകോടി. അപ്പോൾ ഇവിടെ 2026 ഫ്രാൻസിൽ വെച്ചാണ് ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, കർണാടകയിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവ്, കർണാടകയിലെ നിലവിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയാണ്. ഇവിടെ സീതാരാമയ്യ എന്ന് എഴുതിയത് തെറ്റാണ്, സിദ്ധരാമയ്യയാണ് കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവ്. അടുത്തത്, 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച കേരള അത്ലറ്റ് താരമാണ് ജിൻസൺ ജോൺസൺ ആണ്. 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2018 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടെ ആണ് ആര്? ജിൻസൺ ജോൺസൺ. ഓട്ട മത്സരത്തിൽ അല്ലേ, മധ്യദൂര ഓട്ടക്കാരനാണ്, ഇന്ത്യൻ മധ്യദൂര ഓട്ടക്കാരനാണ് ഈ ജിൻസൺ ജോൺസൺ. അത്ലറ്റ് താരമാണ്. 1500 മീറ്ററിൽ, അതുപോലെ തന്നെ 800 മീറ്ററിലൊക്കെ അദ്ദേഹം ദേശീയ റെക്കോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ 800 മീറ്ററിലൊക്കെ റെക്കോർഡൊക്കെ പിന്നീട് തിരുത്തിക്കുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 800 ഇനത്തിൽ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന 1980 ശേഷമുള്ള ആദ്യ ഇന്ത്യൻ താരമായിട്ടൊക്കെ മാറിയതാണ് കേരള അത്ലറ്റ് താരമായ ജിൻസൺ ജോൺസൺ. ഓക്കെ അല്ലേ? അടുത്ത, സമാധാന പരിപാലനത്തിലുള്ള സംഭാവനകൾക്ക് 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസറാണ് സ്വാതി ശാന്തകുമാറാണ്. സമാധാന പരിപാലനത്തിലുള്ള സംഭാവനകൾക്ക് 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ സ്വാതി ശാന്തകുമാർ. ജനുവരി 16 നമ്മൾ ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുകയാണ്. ജനുവരി 16. അതുപോലെ തന്നെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ്ഘടനയായിട്ട് നമ്മുടെ രാജ്യം മാറിയതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? 2026 ജനുവരിയിൽ നടന്ന 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളമാണ്. 2026 ജനുവരിയിൽ നടക്കുന്ന 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളം. ഓക്കെ അല്ലേ? കേരളത്തില്
ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് ബിരുദാനന്തര ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. കേരളത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് ബിരുദാനന്തര ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. അഞ്ചരക്കണ്ടി എവിടെയാണ് നിങ്ങൾക്കറിയാം, കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ്സിന്റെ കാരോൾ ബർണറ്റ് പുരസ്കാരത്തിന് അർഹയായത് സാറ ജെസിക്ക പാർക്കർ ആണ്. ആ സാറ ജെസിക്ക പാർക്കറിന്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ്സിന്റെ കാരോൾ ബർണറ്റ് പുരസ്കാരത്തിന് ആയതാണ് സാറ ജെസിക്ക പാർക്കർ. 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ മികച്ച ഡ്രാമ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാംനെറ്റ് ആണ്. 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ മികച്ച ഡ്രാമ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് TV സീരീസ് വിഭാഗത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണുന്ന ഓവൻ കൂപ്പർ ആണ്. 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ TV സീരീസ് വിഭാഗത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഓവൻ കൂപ്പർ. അതുപോലെ തന്നെ 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച മ്യൂസിക്കൽ കോമഡി ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നാണ്. എന്താണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ. ലിയാനോ ഡിക്കാപ്രിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ലിയാനോ ഡിക്കാപ്രിയൊക്കെ അഭിനയിച്ച 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച മ്യൂസിക്കൽ കോമഡി ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സിനിമയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളത്. അടുത്ത 2026 ദേശീയ റോഡ് സുരക്ഷാ വാരമായി ആചരിക്കുന്നത് 2026 ആചരിക്കുന്നത് ജനുവരി 11 മുതൽ 17 വരെയാണ്. ഓക്കെ. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 10 അത് അറിഞ്ഞിരിക്കണം. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് 2026 കേന്ദ്ര ബജറ്റ് സമ്മേളനം നടക്കുന്ന കാലയളവ് ജനുവരി 28 മുതൽ ഏപ്രിൽ 2 വരെയാണ്. കേന്ദ്ര ബജറ്റ് സമ്മേളനം നടക്കുന്ന നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റൊക്കെ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അടുത്തത് 2026 ജനുവരി സൗദി അറേബ്യയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഗൾഫ് ഷീൽഡ് 2026 എന്നാണ്. 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഗൾഫ് ഷീൽഡ് 2026. അടുത്തത് ഓപ്പൺ AI അവതരിപ്പിക്കുന്ന ആദ്യത്തെ AI പവർ ഉപകരണമാണ് ഗം ഡ്രോപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഗം ഡ്രോപ്പ് എന്നുള്ളത് ഓപ്പൺ AI സാം ആൾട്ട്മാനെയൊക്കെ അറിയാമല്ലോ. ചാറ്റ് GPT ഉപജ്ഞാതാവായ ഓപ്പൺ AI അവതരിപ്പിക്കുന്ന ആദ്യത്തെ AI പവർ ഉപകരണമാണ് ഗം ഡ്രോപ്പ്. ഓക്കെ അല്ലേ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ നമുക്കറിയാം വിശിഷ്ട അതിഥികളായി 2 പേര് പങ്കെടുത്തു എന്നുള്ളതല്ലേ. അതിനോടൊപ്പം തന്നെ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകളൊന്ന് അറിഞ്ഞിരിക്കണം. KV ബിന്ദുവും എലിസബത്ത് ജോർജുമാണ്. അതുപോലെ തന്നെ കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്ത് തൊഴിലാളികളാണ് ആര്? KV ബിന്ദുവും എലിസബത്ത് ജോർജും. ഇവർ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകളാണ്. അടുത്തത് 2026 ദേശീയ സരസ് മേള വേദിയാണ് ചാലിശ്ശേരി. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ് 2026 ദേശീയ സരസ് മേള വേദി. അടുത്തത് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രൊജക്ടിന്റെ ഭാഗമായി ആദ്യ പർവ്വത തുരങ്കം നിർമ്മിച്ചത് മഹാരാഷ്ട്രയിലെ പാൽക്കറിലാണ്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റിന്റെ ഭാഗമായി ആദ്യ പർവ്വത തുരങ്കം നിർമ്മിച്ചത് എവിടെയുടെ? മഹാരാഷ്ട്രയിലെ പാൽക്കർ. അതുപോലെ തന്നെ 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ വിയ്യപുരം ചുണ്ടനാണ്. 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ. അപ്പോൾ ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാമത്തെ സീസണായിരുന്നു 2025 നടന്നത് അല്ലേ. നമുക്ക് ആ 2025 എന്ന് പറയുമ്പോഴേ 2026 ജനുവരി 10 അതിൻ്റെ ഫൈനൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാമ്പ്യൻ വിയ്യപുരം ചുണ്ടനാണ് അല്ലേ. വിയ്യപുരം ചുണ്ടനാണ്. 2026 ജനുവരി 10 കൊല്ലത്ത്, നമുക്കറിയാം കൊല്ലത്തെ അഷ്ടമുടി കായലിലാണ് ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത്. അതായത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ.
ഇതിലെ സീസൺ വിജയാണ് ലീഗിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച വിയപുരം ചുണ്ടൻ. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനാണ് 108 പോയിന്റുകളോടെ 2025 സീസണിലെ ഓവറോൾ ചാമ്പ്യന്മാരായത്. ഇവർക്ക് 25 ലക്ഷം രൂപ സമ്മാനമൊക്കെ ലഭിച്ചിരുന്നു വിയപുരം ചുണ്ടന്. അതുപോലെ തന്നെ 2ാം സ്ഥാനം ആരെയാണ് പരാജയപ്പെടുത്തിയത്? മേൽപ്പാടം ചുണ്ടനാണ് 2ാം സ്ഥാനത്ത് 92 പോയിന്റോടെ 2ാം സ്ഥാനത്തെത്തിയത് മേൽപ്പാടം ചുണ്ടനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രമാണ്. അടുത്തിടെ സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രം. അതുപോലെ തന്നെ അടുത്തിടെ ഭൗമ സൂചികാ പദവി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ടാഗ് ലഭിച്ച അശ്വഗന്ധ ഇനമാണ് നഗൗരി അശ്വഗന്ധമാണ്. രാജസ്ഥാനിലെ നഗോർ ജില്ലയിൽ നിന്നുള്ള നഗൗരി അശ്വഗന്ധമാണ് അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച അശ്വഗന്ധ ഇനം. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. എക്സാമിന് ചോദിക്കും. വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിച്ചത് കൊട്ടാരക്കരയിലാണ്. അടുത്തത് രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം അതുപോലെ തന്നെ സുതാര്യ പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ്. എക്സാമിന് ചോദിക്കും. പൻഗുഡി എന്നാണ് നമ്മുടെ രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം സുതാര്യ പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ജനുവരി മാസത്തെ ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട 3ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇതിൻ്റെ തുടർ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. സോ കണ്ടു കേട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.